എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അടുക്കളയിലേക്ക് വന്നത്. ഇന്ന് ഞാൻ വിചാരിച്ച് അരി ഭക്ഷണമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. നമ്മളധികം പൊരികളാണ് ഉണ്ടാക്കൽ. അധികം തന്നെ ഈ 6 നോമ്പിന് നമുക്ക് ഓർഡർ ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് മെച്ചം വരുന്നത് ഞാൻ എന്താക്കും, നോമ്പോർക്കുമ്പോഴത്തെ കഴിക്കും. പിന്നെ ഒരു നിസ്കരിച്ച് വരുന്ന ആ ഒരു സമയത്ത് അരിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കും. 10 നെയ്പത്തിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഓർഡറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ നേരത്തെ തന്നെ അരിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാം. ലിവർ വരട്ടിയതും എന്തെങ്കിലും ഒരു ചാറും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ പത്തിരിയും എല്ലാം ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇന്നലെ കുറച്ച് കല്ലുമ്മക്കായി നിറച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അടുപ്പത്തുനിന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്, ഒരു ബെല്ലൊരിക്കതുപോലെ. ഇത് കല്ലുമ്മക്കായിൻ്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ അരിൻ്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഇതിൽ ചേർത്ത തേങ്ങേൻ്റെ മിസ്റ്റേക്കോ ഒന്നും അറിയില്ല. ആരെങ്കിലും അറിയുന്നുണ്ടോ ഒന്ന് പറയണേ. ഇത് ഞാൻ ഒഴിവാക്കിക്ക് തിന്നിക്കില്ല. അങ്ങനെ ഞാൻ പത്തിരീൻ്റെ അരി വാട്ടാനിട്ടിട്ടുണ്ട്. ഇവിടെ ആരും അങ്ങനെ പൊതുവെ പത്തിരി ചുടലില്ല. ഈ നാദാപുരം ഭാഗത്ത് അരി ഭക്ഷണം തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാക്കുക. നോമ്പിന് സ്പെഷ്യലായിട്ട് കുഞ്ഞിപ്പത്തിൽ, അല്ലാത്ത സമയത്ത് പത്തിലും ദോശയും നെയ്പ്പത്തിലും അടയും അങ്ങനെ മെയിൻ അരി അരച്ചിട്ട് തന്നെ ഉള്ളത്. ഞാൻ നോമ്പിന് അരി ഇങ്ങനെ പൊടിപ്പിച്ച് വെക്കും. എന്നിട്ട് നൂൽപുട്ടും ഇങ്ങനെ പത്തിരിയെല്ലാം ഉണ്ടാക്കും. വലിയൊരു ഐഡിയ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അധികം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ചെറിയൊരു ലെവലായി വരുന്നുണ്ട്. ആദ്യം ഏണും കോണെല്ലായിട്ട് തന്നെ ഉണ്ടാവില്ല, ഇപ്പോൾ സ്ക്വയറായിട്ട് തന്നെ നല്ല റൗണ്ടായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷവും? ചില സ്ഥലങ്ങളിലെല്ലാം മഴ ഉണ്ടല്ലേ, എല്ലാവർക്കും ചെറിയൊരു ആശ്വാസം കിട്ടട്ടെ. ഇവിടെ ഭയങ്കര ചൂടാണ്. ചിലപ്പോൾ ഒരു കാറ്റടിക്കും, അത്ര തന്നെ. അങ്ങനെ ഞാൻ പത്തിരിയെല്ലാം പരത്തി വെച്ച് ഞാൻ കറീൻ്റെ ഉള്ളി, തക്കാളി അങ്ങനത്തെ മസാലകളെല്ലാം വാട്ടിയിട്ട് ആ കറി ഉണ്ടാക്കുന്നത്. അപ്പം വാട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വന്നിട്ട് ക്യാമറ പിടിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇനി ഇത് കുറേ കാലമെല്ലാം ക്യാമറയും കൊണ്ട് എടുക്കുന്ന എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ കിട്ടിയിക്കോ, എനിക്ക് വേറെയും പണിയില്ല, അടങ്ങി ഇരുന്നോറോ അങ്ങനെയെല്ലാം പറയുമ്പോൾ എൻ്റെ മൂഡ് പോകും. അല്ലെങ്കിൽ തന്നെ മതി, നിർത്തുന്നതെന്ന് വിചാരിക്കും ചില സമയത്ത്. ഇപ്പോൾ 1-2 മാസത്തിൻ്റെ ഇപ്പുറമായിട്ട് നല്ലോണം വാച്ചവറും മറ്റേ വ്യൂസും കമൻറ്റും ലൈക്കും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചൻ്റെ മേലെയായിട്ട് ഒന്നുമില്ല. വാച്ചവറെല്ലാം അങ്ങനെ പോയി. 1.8 ഇപ്പോൾ 1.2-ലാണ് 3-ലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ തന്നെ ലൈക്കും ഇല്ല, വ്യൂസും ഇല്ല, സബ്സ്ക്രൈബർ ഒന്നും കൂടുന്നൊന്നുമില്ല. ഇവിടെയുള്ളൊരു 4-5 ഐഡിയിൽ നിന്ന് ലൈക്ക് ചെയ്താലത്തെ പോലും അത് കാണിക്കുന്നില്ല. 1-2 ലൈക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. മതി, നിർത്തിപ്പോയാലോ എന്ന് വിചാരിക്കും. ഒരു പ്രാവശ്യം എന്നെ ഈ അപമാനിച്ചവരുടെ മുന്നിലും എന്നെ ഈ കളിയാക്കിയവരുടെ മുന്നിലും ഒരു പ്രാവശ്യം എനിക്കൊരു ചില്ലറ കിട്ടിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിതങ്ങ് നിർത്തിക്കളയാണ്. ഇത് ഭയങ്കര തലവേദന. ഒന്നാമത് വോയിസ് കൊടുക്കൽ എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടായി കണ്ട കാടും പടലെല്ലാം എടുത്തിടുന്നത് മ്യൂസിക് കൂട്ടിയിട്ട്, അല്ലാണ്ട് കണ്ടൻറ് ഇല്ലായിട്ടോ വീഡിയോ ഇല്ലായിട്ടോ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാമാൻ്റെ ആണ്ടാനാള 30ാമത്തെ പറ്റുന്നപോലെ ഒരു ഫാത്തിഹ ഓതി ഉമ്മാമാനെ അതിൽ ഉൾപ്പെടുത്തുക. ഉമ്മാമാൻ്റെതും നമ്മളെ വകയിൽ ആരെല്ലാം മരണപ്പെട്ട എല്ലാവരും ഖബർ വിശാലായി കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.